നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഗൾഫ് മേഖലയ്ക്ക് ആകെ ഉണർവുണ്ടാകുമെന്നാണ് സാമ്പത്തിക നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്തെന്നാൽ ഖത്തറിനുണ്ടാകുന്ന നേട്ടങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേട്ടം കൊയ്യാനാണ് UAEയുടെ നിലവിലെ ശ്രമം. ഇതിനായി തന്നെ വലിയൊരു പദ്ധതിയാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഖത്തറിനേക്കാൾ നേട്ടം UAE കൊയ്യുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ മത്സരം ഖത്തറിലാണെങ്കിലും ലോകകപ്പ് ഫുട്ബോൾ GCCയിൽ വലിയ ചലനമുണ്ടാക്കുമെന്നാണ് കരുതുന്നത്. ടൂറിസം മേഖലയുടെ ഉണർവാണ് പ്രധാനമായും അധികൃതർ ഉറ്റുനോക്കുന്നത്. ആരാധകർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഖത്തറിൽ മാത്രമല്ല അയൽ രാജ്യങ്ങളിലും റെഡിയായിരിക്കുകയാണ്. സൗദി അറേബ്യ ഖത്തറുമായുള്ള ഏക കരാതിർത്തി തുറന്നതും ഈ ലക്ഷ്യം മുൻനിർത്തിയാണ്. കൂടാതെ ചെറിയ രീതിയിലുള്ള ചില മാറ്റങ്ങൾ വരുത്തിയാണ് UAE കോടികൾ കൊയ്യാൻ പോകുന്നത്. GCCയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് തന്നെ ആളുകൾ കൂട്ടത്തോടെ ദുബായ് വഴിയാകും ഖത്തറിലേക്ക് വരിക എന്ന് പ്രതീക്ഷിക്കുന്നു. ആരാധകരെ ആകർഷിപ്പിക്കുന്നതിന് വലിയ ഓഫറുകളാണ് ദുബായ് നൽകുന്നത്. മാത്രമല്ല ദോഹയിലേക്കുള്ള വിമാന സർവീസ് ഇരട്ടിയാക്കാനും നടപടി തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം ഖത്തറിൽ നൽകുന്നതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് താമസ സൗകര്യം ഒരുക്കാനാണ് ദുബായ് ആലോചിക്കുന്നത്. മാത്രമല്ല വിമാന സർവീസിലും ചില ഇളവുകൾ നൽകിയാൽ ഖത്തറിലേക്കുള്ള യാത്രക്കാരെ ദുബായിലേക്ക് ആകർഷിപ്പിക്കാൻ കഴിയും. ബജറ്റ് വിമാന കമ്പനിയായ ഫ്ലൈ ദുബായ് ദിവസവും 30 സർവീസ് ദോഹയിലേക്ക് നടത്തുന്നതാണ്. അങ്ങനെ UAEയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നും 160 ചെറു സർവീസുകളാണ് ഫ്ലൈ ദുബായ് നടത്തുന്നത്. ഇതിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ ദോഹയിലേക്ക് ഒരു ദിവസം 30 സർവീസുകൾ എന്ന രീതിയിൽ ക്രമീകരിക്കും. 1 മണിക്കൂറിനകം ദോഹയിലേക്ക് എത്താൻ ഫുട്ബോൾ പ്രേമികൾക്ക് സാധിക്കും. അതേസമയം തന്നെ ദുബായിൽ കുറഞ്ഞ വിലയ്ക്ക് താമസ സൗകര്യം ഒരുക്കാനും നീക്കം നടക്കുന്നു. ഇതോടെ ദോഹയിലേക്കുള്ളവർ ദുബായ് വഴി യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുകയാണ് ചെയ്യുക. കൂടാതെ 10 ലക്ഷം ഫുട്ബോൾ ആരാധകർ ദുബായിൽ എത്തുമെന്നാണ് ദുബായ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രതീക്ഷ. ഇത്ര തന്നെ ആളുകൾ ദോഹയിൽ എത്തുമെന്ന് ഖത്തറും പ്രതീക്ഷിക്കുന്നു. ടൂർണമെന്റ് ഖത്തറിലാണെങ്കിലും തുല്യമായ നേട്ടം കൊയ്യുകയാണ് UAEയുടെ ലക്ഷ്യം. കുറഞ്ഞ വിലയ്ക്ക് താമസവും യാത്രയും ഒരുക്കി ആരാധകരെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഫുട്ബോൾ മത്സരം കാണാൻ എത്തുന്നവർക്ക് ഒന്നിലധികം തവണ UAEയിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന വിസയും അനുവദിക്കുന്നുണ്ട്. നാമമാത്രമായ ഫീസാണ് ഇതിനു വേണ്ടി വാങ്ങുക. ഫുട്ബോൾ മത്സരത്തിനുള്ള ടിക്കറ്റ് ഉള്ളവർക്കാണ് ഈ അവസരം ഉപയോഗപ്പെടുക എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേസമയം തന്നെ UAEയിലെ കമ്പനികൾ വിദേശികളെ കൂടുതൽ ആകർഷിക്കുന്നതിനുള്ള വിവിധ ഓഫറുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ മാത്രം 10 ലക്ഷം ടൂറിസ്റ്റുകളാണ് ദുബായ് സന്ദർശിച്ചത്. കോവിഡിന് മുമ്പുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലേക്ക് ദുബായ് എത്തിക്കഴിഞ്ഞു. പഴയ പ്രതാപം വേഗത്തിൽ വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വർഷം ജൂലൈ വരെ 81 ലക്ഷം ടൂറിസ്റ്റുകളാണ് ദുബായിൽ എത്തിയത്. സൗദി അറേബ്യ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളും ദോഹയിലേക്ക് വിമാന സർവീസ് ഇരട്ടിയാക്കാൻ നീക്കം നടത്തുന്നുണ്ട്. എന്നാൽ കൂടുതൽ പേരും ദുബായ് വഴിയുള്ള യാത്ര തിരഞ്ഞെടുക്കുമെന്നാണ് കരുതുന്നത്.